കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കാലമായി നടക്കുന്ന ഈ NSS ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഈ പാദസ്പർശം ഫുഡ് ഡിറ്റക്ഷൻ പ്രോഗ്രാം കൂടി ഭാഗമായിട്ട് നടക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ KY മുഹമ്മദ് കുഞ്ഞ് അവർകൾ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള തണലിന്റെ ഇവിടുത്തെ കോർഡിനേറ്റർ ശ്രീ നസീർ, സ്വാഗതം ആശംസിച്ച ക്യാമ്പ് ഡയറക്ടർ ശ്രീ NM ജയരാജീവ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ G സുരേഷ് കുമാർ, ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷന്റെ ഡയറക്ടർ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പിന്റെ ഭാഗമായി ഒരു പുതുമയാർന്ന ഒരു സംരംഭം സംഘടിപ്പിച്ചിട്ടുള്ള പാറശാല സരസ്വതി ഹോസ്പിറ്റലിനും അതോടൊപ്പം ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന NSSന്റെ ചുമതലപ്പെട്ടവർക്കും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം നമ്മൾ ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രമേഹം. ആ പ്രമേഹത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി, പ്രമേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 60% ആളുകൾ പ്രമേഹ രോഗികളാണെന്നാണ് പറയുന്നത്. ദേശീയ തലത്തിൽ പ്രമേഹത്തിന്റെ വ്യാപനം 8% എന്നുള്ള തോതിലാണെങ്കിൽ കേരളത്തിൽ അത് 20%. ഒരുപക്ഷെ നമ്മളിപ്പോ പലപ്പോഴും കേരളത്തിൽ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു ന്യായം അത് നമ്മൾ ടെസ്റ്റ് കൂടുതൽ നടത്തുന്നതുകൊണ്ടാണെന്നാണ്. എന്താണെങ്കിലും ഈ ടെസ്റ്റ് കൂടുതൽ നടത്തുന്നത് കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഈ പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ, ആ രോഗങ്ങൾ കേരളത്തിൽ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡയബറ്റിക് ഫുഡ്, അതില് പ്രമേഹം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ തോത് വർദ്ധിക്കുന്നു. അത് എന്താണ് കാരണം? ജീവിതശൈലി രോഗമാണോ, ടെസ്റ്റ് കൂടുതലാണോ? ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിന്റെ ആത്യന്തികമായിട്ടുള്ള ദുരന്തം ഡയബറ്റിക് ഫുഡ് പോലെയുള്ള കാര്യങ്ങളാണ്. പൊതുപ്രവർത്തകരായിട്ടുള്ളവരുൾപ്പെടെയുള്ള നിരവധി ആളുകൾ അവരുടെ കാൽ മുറിച്ചു കളയേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിന്റെ കാല് മുറിക്കേണ്ടി വന്നു. അപ്പൊ അതുപോലെയുള്ള സംഭവങ്ങളിലേക്ക് എത്തുന്നത്, അതിന് കാരണമായിട്ട് ഈ പ്രമേഹം മാറുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർമാരൊക്കെ പറയുന്നത് കണ്ണും കാലുമാണ് പ്രമേഹത്തിന്റെ കാര്യത്തിൽ, പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അതിന്റെ പ്രത്യാഘാതം അനുഭവപ്പെടുന്ന ശരീരാവയവങ്ങൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഡയബറ്റിക് ഫുഡ് ഡിറ്റക്ഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്താൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ താൽപര്യമെടുത്തുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളെ നിരന്തരമായി നിരീക്ഷിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ
സൗജന്യ ഡ്രഗ് സർവീസ് ഇനീഷ്യേറ്റീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇൻസുലിൻ സൗജന്യ നിരക്കിൽ നൽകാനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ജനൌഷധി സ്റ്റോറുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ സ്ഥാപിക്കപ്പെട്ടത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മരുന്നുകൾ സാധാരണഗതിയിൽ മാർക്കറ്റിൽ ലഭിക്കുന്നതിന്റെ ഒരുപക്ഷെ ഒരു 1/5 വിലയ്ക്ക് മരുന്നുകൾ കിട്ടുന്ന ഒരു സാഹചര്യം ഈ ജനൌഷധി സ്റ്റോറുകളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. പ്രമേഹത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം, ശരാശരി ഒരു വർഷം 2000 കോടിയുടെ മരുന്നുകളാണ് കേരളത്തിൽ പ്രമേഹ രോഗികൾ വാങ്ങുന്നത് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൗജന്യ ഡ്രഗ് സർവീസ് ഇനിഷ്യേറ്റീവ് ഒക്കെ കേരളത്തിന് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ടൊക്കെ ഈ പ്രായം ചെന്ന ആളുകൾക്കാണ് പ്രമേഹം വരിക എന്നാണ് ധരിച്ചിരുന്നത്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം നടത്തിയ പഠനത്തിൽ 10 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളിൽ 27% ആളുകൾക്ക് പ്രമേഹം ബാധിക്കുന്നു എന്നാണ് ശാസ്ത്രീയമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആ കൂട്ടത്തിൽ പ്രായത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം. 10 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകളുടെ ഇടയിൽ പോലും 1/4 ആളുകൾക്ക് പ്രമേയം ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ആഹാര രീതികൾ, നമ്മുടെ വ്യായാമത്തിന്റെ അഭാവം, ഇതൊക്കെ ആയിരിക്കാം അതിന് കാരണമായിട്ട് വരുന്നത്. അതുകൊണ്ട് പ്രമേഹത്തെ അതിജീവിക്കാൻ ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതശൈലി, ആ ജീവിതശൈലി സൃഷ്ടിക്കേണ്ടതും രൂപപ്പെടുത്തേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിശബ്ദ കൊലയാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രമേഹത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന് സരസ്വതി ഹോസ്പിറ്റലും NSSഉം മുൻകൈയെടുക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. നോട്ട് മീ ബട്ട് യു എന്നുള്ളതാണ് NSSന്റെ ആപ്തവാക്യം. നമ്മുടെ നാട്ടിൽ സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായിട്ട് പുതിയ തലമുറ വളർന്നു വരുന്നതിന് പകരം സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരായിട്ട് പുതിയ തലമുറ മാറണം എന്നുള്ള താല്പര്യമാണ് NSSന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഉദ്ദേശം. നിങ്ങളുടെ കോളേജിലെ വിദ്യാഭ്യാസത്തിന്റെ സമയത്തിന്റെ ഇടയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾ മാറ്റിവെച്ച് വേറൊരു പ്രദേശത്ത് ഇതുപോലെയുള്ള ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ ഈ ക്യാമ്പ് നിങ്ങൾക്ക് സ്വയം ഒരു ധാരണയുണ്ടാക്കുന്നതിൽ സഹായകരമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ കഴിഞ്ഞ ഒക്ടോബർ 31 രാജ്യം മുഴുവനുള്ള NSSന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും വളണ്ടിയർമാർ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തിന്റെ ഭാഗമായിട്ട് 75 വർഷത്തിന്റെ ആഘോഷങ്ങൾ അവസാനിക്കുന്ന ദിവസം എന്നുള്ള നിലയിൽ രാജ്യത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച സമരസേനാനികളുടെ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണ് അത് ഡൽഹിയിൽ എത്തിച്ച നെഹ്റു യുവകേന്ദ്രയുടെയും NSSന്റെയും വളണ്ടിയർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ആ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയാക്കി, സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തിന്റെ ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണിന്ന്. പക്ഷേ നമ്മുടെ ദൗത്യം അവസാനിച്ചിട്ടില്ല. ഈ ക്യാമ്പിന്റെ പേരും ദൗത്യം എന്നാണ്. അപ്പൊ ആ ദൗത്യം അവസാനിച്ചിട്ടില്ല. കാരണം ദൗത്യം നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് യുവതലമുറ ഏറ്റെടുക്കേണ്ടത്.
ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ 75 കൊല്ലം പൂർത്തിയാവുമ്പോൾ 47 തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും ഇന്ത്യ ധാരാളം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആളുകൾ സ്വപ്നം കണ്ട ഭാരതം ഇങ്ങനെയുള്ള ഒരു ഭാരതമായിരുന്നോ, അതോ ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യം, അങ്ങനെ ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറ്റണം എന്നുള്ള താല്പര്യമായിരുന്നോ അവർ സ്വയം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് ആലോചിച്ചാൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഭാരതം ഇതിനേക്കാൾ മുന്നോട്ടു പോകുന്ന, ലോകത്തിന്റെ മുന്നിൽ ഒരു വികസ്വര രാഷ്ട്രമായിട്ടുള്ള ഒരു സ്ഥിതിക്ക് പകരം ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വികസിത രാഷ്ട്രത്തിന്റെ പരിഭാഷ പല രീതികളിൽ നമുക്ക് കാണാം. അതിന്റെ ചെറിയ തുടക്കങ്ങളാണ് നമ്മളിപ്പോ പല സ്ഥലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി പാത പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, 200 കിലോമീറ്റർ യാത്ര ചെയ്തെത്താൻ എടുക്കുന്ന സമയം അവിടെ കഷ്ടിച്ച് 2 മണിക്കൂറാണ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് എത്താൻ 200 കിലോമീറ്ററാണ്, 220 കിലോമീറ്റർ. നമ്മളിപ്പോ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എത്തുന്നത്. കാരണം നമ്മുടെ റോഡുകളുടെ സ്ഥിതി അതാണ്. അതിൽ മാറ്റം വരണം. ഞാൻ കഴിഞ്ഞ ദിവസം ചില ആളുകൾ അതൊക്കെ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ജപ്പാനിൽ പോയപ്പോ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനിന്റെ പേര് ഷിൻകാൻസൻ എന്നാണ്. ജപ്പാനിലെ ആ ട്രെയിനിൽ ഞാൻ രാവിലെ 7 മണിക്ക് തിരിച്ച് രാത്രി 10:30 മണിക്ക് അന്നത്തെ യാത്ര അവസാനിക്കുന്നതിനിടയിൽ 1200 കിലോമീറ്റർ യാത്ര ചെയ്തു. 1200 കിലോമീറ്റർ 16 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ 1600 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിനിടയിൽ 4 സ്ഥലങ്ങളിൽ എനിക്ക് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ചില യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെയുള്ള അവിടുത്തെ ചില ഗവർണർമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ. ഈ 4 സ്ഥലത്തെ പരിപാടിയും 1200 കിലോമീറ്റർ യാത്രയും ഒരു ദിവസം നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. കാരണം ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിൻ 350 കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത്. നമ്മുടെ രാജ്യം വികസിത രാഷ്ട്രമാവുക എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുത്തേണ്ട പുരോഗതി, വരേണ്ട പുരോഗതി, ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവേണ്ടത്. നമ്മുടെ ശരാശരി ആഭ്യന്തര ഉൽപാദനത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ന് കഷ്ടിച്ച് $2000 ഇന്ത്യയുടെ GDP, പെർ ക്യാപിറ്റ GDP. അതൊരു 10 ഇരട്ടിയെങ്കിലും ആവണം. അതാണ് വികസിത രാഷ്ട്രങ്ങളുടെ പെർ ക്യാപിറ്റ GDP. അപ്പൊ ഇതൊക്കെ സാധ്യതമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അത് യുവതലമുറയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ആശയം. അതിൽ അദ്ദേഹം പറഞ്ഞു, ഈ പ്രവർത്തനം സർക്കാരിന്റെ മാത്രം പ്രവർത്തനം കൊണ്ടല്ല നടക്കുക, പകരം ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി നടക്കണം. അങ്ങനെ ജനങ്ങളുടെ കൂടി പങ്കാളിത്തം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ട് മൈ ഭാരത് എന്നുള്ള പേരിലുള്ള ഒരു പുതിയ പോർട്ടലിന് കൂടി അദ്ദേഹം അന്ന് തുടക്കം കുറിച്ചു. മൈ എന്നുള്ളതിനെ ഹിന്ദിയിൽ പറയുമ്പോൾ മേരാ യുവ ഭാരത്, MY, അത് MY ഭാരത് ആണ്, മൈ ഭാരത്. അതിൽ യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് സ്വയം രജിസ്റ്റർ ചെയ്യാം. നാട്ടിൽ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുള്ള അവസരം മൈ ഭാരത് പോർട്ടലിലൂടെ നമുക്കെല്ലാവർക്കും കിട്ടും. അപ്പൊ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട്, ഇപ്പൊ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരത നേടിയിട്ടില്ലാത്ത ആളുകൾക്ക് അവർക്ക് സാക്ഷരരാകാൻ വേണ്ടിയിട്ട് സ്വയം സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ചെറുപ്പക്കാർ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വർഷത്തിൽ ഒരാഴ്ചത്തെ കാലം, ഒരാഴ്ച ഞാൻ എന്റെ ജോലിയിൽ നിന്ന് അവധിയെടുത്ത്, അല്ലെങ്കിൽ എന്റെ വെക്കേഷന്റെ ഒരാഴ്ച ഞാൻ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ ആളുകൾക്ക് സാക്ഷരത പകർന്നു നൽകാൻ വേണ്ടിയിട്ട്, അവരെ സാക്ഷരരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കും. അത്രയേ ഉള്ളൂ. വളരെ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവർത്തനമല്ല. വർഷത്തിൽ ഒരു 5 ദിവസം ഇതുപോലെയുള്ള ഒരു
പ്രവർത്തനം, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കോർഡിനേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് മൈ ഭാരത് എന്നുള്ള പേരിലുള്ള ഒരു പോർട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തന്നെ, പ്രധാനമന്ത്രി തന്നെ താല്പര്യമെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള നിരവധി ദൗത്യങ്ങൾ, ആ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ഈ ദൗത്യം എന്ന് പേരിട്ടിട്ടുള്ള ഈ ക്യാമ്പ് നിങ്ങൾക്ക് പ്രേരണയാകട്ടെ. അതിൽ ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന പാദസ്പർശം, ഈ ഫുഡ് ഡിറ്റക്ഷൻ, ഡയബറ്റിക് ഫുഡ് ഡിറ്റക്ഷൻ ക്യാമ്പ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ നിങ്ങൾക്ക് ഈ ക്യാമ്പ് ഉൾപ്പെടെ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരിക്കൽ കൂടി NSSനും AJ കോളേജിനും അതോടൊപ്പം ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും സരസ്വതി ആശുപത്രിക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം.